2025 ഒക്ടോബർ 20 സിറാജ് എഡിറ്റോറിയൽ. ഗസ വെടിനിർത്തൽ ചതിയായിരുന്നുവോ? സമാധാന പ്രതീക്ഷകളുടെ വെളിച്ചമുള്ള ദിനങ്ങൾ ഗസയിൽ വീണ്ടും അസ്തമിക്കുകയാണോ? അവിടെ ഉയർന്ന ആഹ്ലാദവും ആശ്വാസവും അല്പായുസ്സാകുകയാണോ? ലോകത്തിന്റെ മുഴുവൻ രോഷവും പ്രതിഷേധവും ഇസ്രായേലിലെ നെതന്യാഹു സർക്കാരിനെതിരെയും എല്ലാ ക്രൂരതകൾക്കും കൂട്ടുനിൽക്കുന്ന ട്രംപ് ഭരണകൂടത്തിനെതിരെയും ഉയർന്നപ്പോൾ തൽക്കാലം തടിയൂരാൻ നടത്തിയ നീക്കം മാത്രമായിരുന്നു വെടിനിർത്തലെന്ന് ആശങ്കപ്പെടേണ്ട വാർത്തകളാണ് ഗസയിൽ നിന്ന് വരുന്നത്. ഗസയിൽ മാത്രമല്ല, വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ മനുഷ്യക്കുരുതി തുടരുകയാണ്. ഇസ്രായേൽ സൈന്യം നേരിട്ട് നടത്തുന്ന ആക്രമണങ്ങൾ ഒരു വശത്ത്, ഇസ്രായേലിന്റെ താൽപര്യത്തിലും സാമ്പത്തിക സൈനിക സഹായത്തിലും പ്രവർത്തിക്കുന്ന മിലീഷ്യകൾ നടത്തുന്ന അതിക്രമങ്ങൾ മറുവശത്ത്. മിലീഷ്യകളും ഹമാസും തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടലുകൾ ചൂണ്ടിക്കാട്ടി പുതിയ വാദഗതികളുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. സ്വന്തം ജനതയെ കൊല്ലാൻ ഹമാസ് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് ട്രംപിന്റെ കണ്ടുപിടുത്തം. ഗസയിലെ അരക്ഷിതാവസ്ഥയുടെയും കരാർ ലംഘനങ്ങളുടെയും ഉത്തരവാദിത്വം ഹമാസിൽ കെട്ടിവെക്കാനുള്ള നീക്കമാണിത്. ആയുധമെടുത്താൽ ഹമാസിനെ മുച്ചൂടും മുടിക്കുമെന്ന ഭീഷണിയും ട്രംപ് മുഴക്കിയിരിക്കുന്നു. ഫലത്തിൽ 2 വർഷം നീണ്ട വംശഹത്യയുടെയും നിതാന്ത ഭയത്തിന്റെയും പലായനത്തിന്റെയും നാളുകൾ അവസാനിച്ച് ഇത്തിരി സ്വസ്ഥതയിലേക്ക് നീങ്ങാനാകുമെന്ന ഗസയിലെ മനുഷ്യരുടെ പ്രതീക്ഷ മങ്ങുകയാണ്. ഇന്നലെയും അവിടെ വ്യോമാക്രമണം നടന്നു. വടക്കൻ ഗസയിൽ 2 പേരടക്കം 11 പേരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലെ 11 പേരെയാണ് വധിച്ചത്. വെടിനിർത്തൽ കരാറിലെത്തി 8 ദിവസം പിന്നിടുമ്പോഴേക്കും ഇസ്രായേൽ സൈന്യം 50-ലധികം പേരെ വധിച്ചിരിക്കുന്നുവെന്നാണ് ഗസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക കണക്ക്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നുവെന്ന് വിശ്വസിച്ച് വീടുകളിലേക്ക് മടങ്ങുന്നവർക്ക് നേരെയാണ് IDF ആക്രമണം അയച്ചുവിടുന്നത്. ഗസ സിറ്റിയിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന അബൂ ഷഹ്ബാനും കുടുംബവും സഞ്ചരിച്ച വാഹനത്തിന് നേരെയാണ് സൈത്തൂനിൽ വെച്ച് ആക്രമണം നടന്നത്. കരാർ പ്രകാരമുള്ള യെല്ലോ ലൈൻ മറികടക്കാൻ ശ്രമിച്ചതിനാലാണ് ഇവർക്ക് നേരെ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേലിന്റെ വാദം. എന്നാൽ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമല്ലാത്തതിനാൽ അതിർത്തി രേഖയിൽ ഇസ്രായേൽ സൈന്യം എവിടെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളതെന്ന് അറിയാനുള്ള സൗകര്യം ഫലസ്തീനികൾക്കില്ലെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. സമാധാന കരാർ നിലവിൽ വന്നതിനു ശേഷവും ഗസയുടെ 53% പ്രദേശവും ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ തുടരുകയാണ്. ഈജിപ്തിനെയും ഗസയെയും ബന്ധിപ്പിക്കുന്ന റഫ ഇടനാഴി ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണ്. ക്ഷാമബാധിത പ്രദേശങ്ങളിലെ ആളുകൾക്ക് വേണ്ടത്ര കുടിവെള്ളം പോലും വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം UN വ്യക്തമാക്കിയിരുന്നു. വെടിനിർത്തലിനു ശേഷം പ്രതിദിനം ശരാശരി 560 ടൺ ഭക്ഷ്യവസ്തുക്കളാണ് ഗസയിലേക്ക് എത്തിക്കുന്നതെന്നാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം അറിയിച്ചത്. ക്ഷാമം നേരിടാൻ ആവശ്യമായതിനേക്കാൾ വളരെ കുറഞ്ഞ അളവാണിത്. വെടിനിർത്തൽ ചതിയായിരുന്നുവെന്ന നിരീക്ഷണം ശരിവെക്കുന്നതാണ് ഈ സംഭവങ്ങളെല്ലാം. ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാൻ നെതന്യാഹുവിന് മേൽ ആഭ്യന്തര സമ്മർദ്ദം അതിശക്തമായിരുന്നു. 65,000-ലേറെ ഫലസ്തീനികളെ കൊന്നു തള്ളിയിട്ടും ഒരു ബന്ദിയെപ്പോലും മോചിപ്പിക്കാനായില്ലെന്നത് ഇസ്രായേലിന്റെ ആഘോഷിക്കപ്പെട്ട സൈനിക ശക്തിയിലുള്ള വിശ്വാസം തകർത്തു കളഞ്ഞിരുന്നു. ഇറാന്റെ ആക്രമണം കൂടിയായപ്പോൾ ഇസ്രായേൽ ജനത കടുത്ത അരക്ഷിതാവസ്ഥയിലായി. ഇരട്ട പൗരത്വമുള്ളവർ നാടുവിട്ടു പോകുന്നതിൽ വരെ കാര്യങ്ങളെത്തി. ഈ സാഹചര്യത്തിൽ അവശേഷിക്കുന്ന ബന്ദികളെ എങ്ങനെയെങ്കിലും നാട്ടിൽ തിരിച്ചെത്തിക്കാതെ നെതന്യാഹുവിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. ICC അറസ്റ്റ് വാറന്റ് അടക്കമുള്ള നിയമക്കുരുക്കുകളും UN പൊതുസഭാ സമ്മേളനത്തിൽ അനുഭവിച്ച മാനക്കേടും ലോകത്താകെ ഉയർന്ന ഇസ്രായേൽ ഭീകരവിരുദ്ധ പ്രക്ഷോഭങ്ങളും വെടിനിർത്തൽ അനിവാര്യമാക്കിയെന്നതാണ് വസ്തുത. ഒപ്പം ട്രംപിന്റെ നൊബേൽ ആഗ്രഹവും. യുദ്ധം അവസാനിപ്പിച്ച പ്രസിഡന്റ് എന്ന പ്രതിച്ഛായയ്ക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന നിലയിലായിരുന്നുവല്ലോ അദ്ദേഹം. ഇങ്ങനെ നിലവിൽ വന്ന വെടിനിർത്തൽ പ്ലാനിലും വൻ ചതിക്കുഴികൾ ഒരുക്കിവെച്ചിട്ടുണ്ട്. ഗസയുടെ ഭരണം ഗസക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത് ട്രംപിന്റെയും ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറിന്റെയും ചരടനുസരിച്ച് നീങ്ങുന്ന ഇടക്കാല സംവിധാനത്തെയാണ് ഏൽപ്പിക്കാൻ പോകുന്നത്. ഫലത്തിൽ നിയന്ത്രണം ഇസ്രായേലിന്റെ കയ്യിൽ തന്നെയാണ്. സുരക്ഷാ ചുമതലയാകട്ടെ സംയുക്ത സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനായിരിക്കും.
ഇതും സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെ നിയമവിരുദ്ധ ഇടപെടലിന് വഴിവെക്കുമെന്നുറപ്പാണ്. അതുകൊണ്ട് വെടിനിർത്തൽ കരാറിൽ ഉറച്ചു നിൽക്കാൻ ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഉത്തരവാദിത്വം മധ്യസ്ഥ രാജ്യങ്ങൾ ഏറ്റെടുക്കണം. വെസ്റ്റ് ബാങ്കിലെ ഭൂമികൊള്ള അവസാനിപ്പിക്കണം. തകർന്നടിഞ്ഞ ഗസ പുനർനിർമ്മിക്കുകയെന്ന ഭാരിച്ച ദൗത്യം അറബ് രാജ്യങ്ങളുടെ മുൻകൈയിൽ പൂർത്തിയാക്കണം. അതിനെല്ലാം വെടിയൊച്ച നിലക്കുകയും അതിർത്തികൾ തുറക്കുകയും വേണം. ജനുവരിയിൽ സാധ്യമായ വെടിനിർത്തൽ അട്ടിമറിച്ച് ഏകപക്ഷീയമായ ആക്രമണം തുടങ്ങിയതിന്റെ അനുഭവം മുമ്പിലുണ്ട്. ബന്ദികളെ വിട്ടുകിട്ടിയ സ്ഥിതിക്ക് നെതന്യാഹു കൂടുതൽ അപകടകാരിയായേക്കാം. താൻ അനുഭവിക്കുന്ന ആഭ്യന്തര അന്താരാഷ്ട്ര പ്രതിസന്ധികളെ മറികടക്കാൻ ചോരയുടെ വഴി മാത്രമാണല്ലോ നെതന്യാഹു തേടുക. ഇത്തവണ അതിന് അനുവദിക്കരുത്.